നമസ്കാരം, എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇളയതിനെ കുറിച്ചും വാരരെ കുറിച്ചും തണ്ടാനെ കുറിച്ചും മറ്റു ജാതിയിലെ ആൾക്കാരെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമന്റുകൾ കണ്ടിരുന്നു. ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ചാനൽ എല്ലാവരുടെയുമാണ്. അപ്പോ എല്ലാവരെ കുറിച്ചും വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജാതി തിരിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്പർദ്ധകളും കമന്റുകളൊക്കെ കാണുമ്പോൾ ചെയ്യാതിരിക്കുന്നതാണ്. അപ്പൊ ദയവായിട്ടൊന്ന് സഹകരിക്കുക. നമ്മളിപ്പോ ഇന്നത്തെ ഒരു വിഷയം എത്ര പേർക്ക് ഇത് ഗ്രാഹ്യമാകും, അല്ലെങ്കിൽ എത്ര പേര് ഇത് കാണുമെന്ന് എനിക്ക് അറിയില്ല. കുറച്ച് ഇങ്ങനെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല ഒരു പക്ഷേ ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ അനുഭവം കൂടിയാണ്. അപ്പൊ ഈ തമ്പനയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ആത്മാവ് എന്ന് പറയുന്നത് അത് ആഗ്രഹമില്ല, അല്ലെങ്കിൽ മനസ്സില്ല, രൂപമില്ല എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളുടെ അല്ലെങ്കിൽ കർമ്മഫലമായിട്ട് ഓരോ ശരീരത്തിൽ നിന്നും ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നുവെന്നും ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് നിശ്ചലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിക്കാൻ പാടില്ല എന്ന ഒരു വാദങ്ങളും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. ഞാൻ കേട്ട കാര്യം ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ഭൂതത്തെക്കുറിച്ചും മുന്നേ ആരായിരുന്നു എന്നതിനെ കുറിച്ചും ഇനിയിപ്പോ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യവും ഉണ്ടാവും. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ നാഡീ ജ്യോത്സ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അസ്ട്രോളജി, ഈ ജ്യോതിഷം, അതുപോലെ തന്നെ പാമിസ്ട്രി, രേഖാശാസ്ത്രങ്ങളൊക്കെ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കുറെ പേര് അതിൽ ജീവിക്കുന്നുമുണ്ട്. അപ്പൊ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ മോശമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ ഇത്. എൻ്റെ ഒരു ചില അനുഭവങ്ങൾ പറയാണ്. ആദ്യം നാഡീശാസ്ത്രത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ജ്യോതിഷം എന്ന് പറയുന്നത് അഗസ്ത്യ മുനി ഏത് കാലത്ത് ജീവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള കണക്കൊന്നുമില്ല. അദ്ദേഹം താളിയോലയിൽ എഴുതി വെച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ രണ്ട് വിഭാഗം ആളുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. വണ്യാർമാരും വള്ളുവർമാരുമാണ് അത് സൂക്ഷിക്കുന്നതെന്നാണ്. അവരതിന്റെ പകർപ്പാണ് സൂക്ഷിക്കുന്നത്, ഒറിജിനൽ ഇല്ല എന്നും പറയുന്നുണ്ട്. അവരത് ആർക്കും കാണിച്ചു കൊടുക്കാറുമില്ല അതിന്റെ സാധ്യതകൾ. അപ്പൊ ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന. വട്ടെഴുത്തിലായിരുന്നു എഴുതിയത് എന്നൊക്കെ പറയുന്നുണ്ട്. വട്ടെഴുത്ത് വരുന്നത് അധിക കാലമൊന്നും ആയിട്ടില്ല. അപ്പോ ഇതിനെ കുറച്ച് ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് തഞ്ചാവൂരിൽ നിന്ന് കുറച്ച് ഇതിന്റെ താളിയോലകൾ കിട്ടി. അതിൽ കുറെ അവർ ലേലം ചെയ്ത് വിറ്റു, കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വേറെ അവിടെയും പിടിച്ച് കുറച്ചുണ്ട്. അതൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ അന്വേഷിക്കുമ്പോൾ. അപ്പൊ ഇതിന്റെ സാധുതയും കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനില്ല. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പറയണത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ തമിഴ്നാട്ടിലെ തിരുക്കൊടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഭയങ്കര ഒരു ക്ഷേത്രം, ഒരു നല്ലൊരു വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് പോകുന്ന വഴിക്കാണ് വൈത്തീശ്വരൻ കോവിലിൽ പോകുന്നത്. അപ്പൊ അവിടെ നിറയെ വീടുകളുണ്ട്, അവിടെയൊക്കെ ബോർഡുകളും ഉണ്ട്. ഈ ബോർഡിലൊക്കെ എന്താ വെച്ചാൽ നാഡീ ജ്യോത്സ്യത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഏജന്റുമാരെ അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളെ സമീപിക്കും. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് നാഡീ ജ്യോത്സ്യത്തിനെ കുറിച്ച് പറയുന്നത്, എന്നെ കൊണ്ടുപോയത് ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്താണ്. ഇതിന്റെ റേറ്റും വ്യത്യാസമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് പറയണമെന്ന്. ചെറുപ്പക്കാരനാണ്. അപ്പൊ ഈ രാശി ആദ്യം പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലായില്ല. അവസാനം ഒരു രാശി പറഞ്ഞു. അപ്പൊ നിങ്ങളെ താളിയോല കിട്ടുമോ എന്ന് ചോദിച്ച് അയാൾ അകത്തേക്ക് പോയിട്ട് പിന്നീട് അയാൾ കുറച്ച് സമയം എടുത്തപ്പോൾ എനിക്കറിയായിരുന്നു ഇയാൾക്ക് എന്തായാലും താളിയോല കിട്ടും. കാരണം ഇതന്നെയാണ് എല്ലാവരോടും അവർ പറയാറുള്ളത്. അകത്തു നിന്ന് വർത്താനം പറയണതൊക്കെ കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വന്നു, കിട്ടി എന്ന് പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് നേരെ അയാൾ പറഞ്ഞു അടുത്ത റൂമുണ്ട്, ആ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പാക്കേജ് ആണ്, വെറുതെ ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ 200 രൂപയാണ്. ഇപ്പോഴല്ല, അത് 10 വർഷം മുമ്പാണ്. അതല്ല, നിങ്ങൾ ഓവറോൾ മൊത്തം കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യത്തിലും അതുപോലെ ഇപ്പോഴത്തെ ജന്മത്തിലും ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് കാരണം 3000 രൂപയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവര് രാശി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പറയുമെന്നാണ് അവർ പറയാം. അപ്പോൾ ഇയാളത് നോക്കിയിട്ട് ഈ ഇതിന്റെ കണക്കൊക്കെ നോക്കി, നമ്മൾ അശ്വമേധത്തിൽ പറയുന്ന, അല്ലെങ്കിൽ അശ്വമേധം എന്ന് പറയുന്നത് ഒരു കൈരളിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ അദ്ദേഹം അത് കളിക്കാൻ തുടങ്ങി. ഏകദേശം കൂക്കി എന്നുള്ളതിൽ നിങ്ങളെ പേരുണ്ടോ, മറ്റേലുണ്ടോ, മറിച്ചിലുണ്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഏകദേശം ഒരു പേരിന്റെ രൂപത്തിലേക്ക് എത്തി. അച്ഛന്റെ പേര്, അമ്മയുടെ രൂപ, വയസ്സൊക്കെ ആള് പറഞ്ഞത് തെറ്റായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും പറയാൻ പോയില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഒരു 75-80% തെറ്റായിരുന്നു.
ഒരു 20% അതൊക്കെ കുറെ ഗണിക്കുമ്പോൾ ശരിയായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു, എങ്ങനെ അറിയില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് മനസ്സിലായിരിക്കും ഇതിലൊന്നും വിശ്വസിക്കുന്ന ഇത് തെറ്റി ഇതാണ് തോന്നുന്നു. അപ്പൊ അയാൾ പറഞ്ഞു ശരി, ലാസ്റ്റ് പൈസ കൊടുക്കുമ്പോൾ അയാൾ പറഞ്ഞു ആ ഇതിന്റെ മുകളിൽ സാവിപ്പടത്തിന്റെ അവിടെ വെച്ചോളൂ പൈസ എന്നാണ്. അപ്പൊ അവിടെ ഒരു സീലിംഗ് ഫാൻ കറങ്ങുന്നുണ്ട്, അതിന്റെ കാറ്റ് വെട്ടിയിട്ട് ഈ വെച്ച പൈസ അവിടുന്ന് പറന്ന് താഴ്ത്തു തോന്നുന്നു 200 രൂപ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അയാൾ പറഞ്ഞു കണ്ടോ നിങ്ങളുടെ പൈസ സ്വാമിക്ക് പോലും വേണ്ട. എന്നാ ദേഷ്യപ്പെടണമില്ല, ആൾക്ക് ദേഷ്യം വരുന്നുണ്ട്, കാരണം ഒരു 3000ന്റെ കേസ് കിട്ടിയത് പിടിക്കാൻ ധരിച്ചു നിന്നതാണ് അയാൾ. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, സ്വാമിക്ക് പടത്തില് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം അവിടെ ഇരിക്കും, ഞാൻ കാണിച്ചു തരാം സ്വാമിക്ക് വേണോ എന്നുള്ളത്. ഞാൻ തന്നെ സ്വിച്ച് ആണ് ഓഫ് ആക്കി ഫാനിന്റെ കാറ്റ് തട്ടിയിട്ട് പോയതാ അത്. അതാ ഞാൻ വെച്ചു, പക്ഷെ എന്റെ ശ്രദ്ധ കുറവുകൊണ്ട് താത്തു പോണതാ. അപ്പൊ കൃത്യമായിട്ട് വെച്ചു. ഇപ്പൊ എങ്ങനെ കിട്ടി? എനിക്ക് ദേഷ്യം വന്നു സത്യം പറഞ്ഞ അയാളുടെ വർത്താനം കേട്ടപ്പോൾ. അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ പതുക്കെ പറഞ്ഞു, ഞാൻ ഇറങ്ങി, ഞാൻ തോന്നുന്നു ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് പല ഭാഗത്തും. അപ്പൊ ഒരാള് എവിടുന്നാണ് വന്നത് ചോദിച്ചപ്പോ ഞാൻ വെറുതെ പറഞ്ഞു ഞങ്ങൾ ഗുരുവായൂരിന്ന്. അയ്യോ ഗുരുവായൂരിൽ നിന്ന് അരുന്താ ഇങ്ക വന്നിട്ട് ഇന്ന തട്ടിപ്പിലെല്ലാം പെടുന്നത് എന്നൊക്കെ ചോദിച്ചു അയാള്. അപ്പോ എന്താന്ന് പറയാൻ കാരണം വെച്ചാൽ അവിടെ നടക്കുന്നതൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, കുറച്ച് പ്രായമുള്ള ആൾക്കാർ നല്ല ഇതുണ്ട്. ഇവര് ഈ താളിയോലയും നമുക്ക് കാണിച്ചു തരുന്നില്ല, ഇതിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നും അറിയില്ല. പലതും ഒരു പനവലിന്റെ മുകളിൽ എഴുതിയിട്ട് വരുന്നതാണോ എന്നും അറിയില്ല ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഈ ഡിഗ്രികളെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, താളിയോല എന്ന് പറയുന്നത് ഇതിന്റെ നാഡികൾ എന്ന് പറയുന്നത് 12 രാശികൾ. 12 രാശികൾക്ക് ഒരു രാശിക്ക് 150 നാഡി, അങ്ങനെ 1800 നാഡി. അത് സ്ത്രീകൾക്കാണെങ്കിൽ പെരുവിരൽ നോക്കിയിട്ടൊക്കെയാണ് പറയാന്നൊക്കെ പറയും. അതായത് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കാണെങ്കിൽ വലതും സ്ത്രീകൾക്കാണെങ്കിൽ ഇടതുവശത്തുമാണ് ഇതൊക്കെയാണ് ഇതിന്റെ ശാസ്ത്രമുണ്ട്, കൃത്യമായ ശാസ്ത്രമുണ്ട്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ അതിലെന്തൊക്കെയോ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതിന്റെ അനുഭവം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിലത്തെ ജാതകത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തികച്ച ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു സംഭവമാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത്. കാരണം ജനിക്കുന്നത്, പണ്ട് കാലത്ത് ജനിക്കുന്നത്, മരിക്കുന്നതും പറയാറുണ്ട്. അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നത്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വയമ്പ് കൊടുക്കുന്നത്, 28 എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ചോറൂണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അസ്ട്രോളജി ഇത് വെച്ചിട്ടാണ് പറയാറുള്ളത്. അപ്പൊ അതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് 12, ഇതുപോലെ തന്നെ 12 രാശി തന്നെയാണ്. അതായത് 30 ഡിഗ്രിയാണ് ഒരു ഇതിന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ ഇതിൽ പറയുന്നില്ലേ 30 ഡിഗ്രി വെച്ചിട്ടാണ് ഇതില് വീതമുള്ള 12 സമയഖണ്ഡങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. പിന്നെ അതില് ഇതൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു ഇതിൽ വരുന്നത് ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് കണക്കാക്കിയിരിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പാദം എന്ന് പറയും, 4 വെച്ചിട്ട് വരുമ്പോൾ ഒരു രാശിയിൽ ഏകദേശം 9 പാദം. പിന്നെ അങ്ങനെ ഒരു രാശി ചക്രമൊക്കെ ഉണ്ട്. നവഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് പറയുന്നത്. പണ്ട് കാലത്ത് നഗ്രഹേത്രങ്ങൾ കൊണ്ട് കണ്ടിരുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. അതിന് രാഹും കേതു കൂടി അതിൽ ഉൾപ്പെടുത്തിയിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും നമ്മൾ ആ നവഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ട് അല്ലെ, സോളാർ പിന്നെ അതിപ്പോ കൂടുന്ന ചന്ദ്രപഥം കൂടുന്നതും ഒക്കെ പറഞ്ഞ നല്ല ശാസ്ത്രമാണത്. അതിന് കുറെ മാത്തമെറ്റിക്സ് ഒക്കെ പഠിക്കണം, ശരിക്കും നല്ല രീതിയിൽ ഗണിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പൊ ഒരാളുടെ ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ എത്ര പ്രായമായെന്ന് ആരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ആ ഗ്രഹനില കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഗണിച്ച് കൃത്യമായി ഇതിൽ കണ്ടത് മാത്രം പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ കുറെ ആളുകൾ ഇതിന്റെ ശരിക്കുള്ള ഇതിനൊന്നും നിൽക്കാതെ എന്തെങ്കിലും അടിച്ചുവിടുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ എന്റെ അമ്മ 72ാമത്തെ വയസ്സിൽ മരിക്കുന്നു പറഞ്ഞു എന്റെ അമ്മ. പക്ഷെ എന്റെ അമ്മ മരിച്ചത് 97ാമത്തെ വയസ്സിലാണ് കുറച്ചൊക്കെ. അപ്പൊ ഈ ജനിക്കുന്ന സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ജനിക്കുന്ന സമയം കൃത്യമായിട്ട് കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ഇത് കഥ ചെറിയ രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവിടെ പ്രസവിക്കുന്ന സമയത്ത് പുറത്ത് കാത്തിരുന്നു, ഒരു രാജാവിന്റെ കുടുംബത്തിന്റെ തന്നെയാണ്. അപ്പൊ അവിടെ ഗണിക്കാൻ ഇത് ഇതാക്കിയിട്ടുള്ള ആൾ അവിടെ റെഡി ആയിട്ട് നിന്നിരുന്നു. അപ്പൊ വയറ്റാട്ടിക്ക് ഒരു പന്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഈ പന്തെടുത്തിട്ട് ഇവര് പുറത്തേക്ക് എറിഞ്ഞു. പുറത്തേക്ക് എറിഞ്ഞപ്പോൾ അത് ജനലുമ്പ് തട്ടിയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടി എറിഞ്ഞപ്പോഴാണ് പുറത്തു പോയത്. ആ സമയം വെച്ച് ഗണിച്ചു. ആ സമയം വെച്ച് ഗണിച്ചപ്പോ ഈ കുഞ്ഞ് എന്ന് പറയുന്നത് അതിന്റെ ഇതിന് ഒരുപാട് കാലം ജീവിക്കുമെന്നാണ്. അപ്പോ കുഞ്ഞ് പക്ഷെ അധിക കാലം ജീവിച്ചില്ല. അപ്പൊ വയറ്റാട്ടിയെ വിളിച്ചു. ഈ രാജാവിന്റെ ഇതിന് രാജാവ് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കുറെ കാലം ജീവിക്കുന്നു പറഞ്ഞിട്ട് കുട്ടി ആകെ ഒരു 3-4 മാസമല്ലേ ജീവിച്ചുള്ളൂ, എന്താണ് അതിന്റെ കാരണം അത് ചോദിച്ചിട്ട്. അപ്പൊ വയറ്റാട്ടിയെ വിളിച്ചു. എന്റെ കണക്ക് പഴക്കില്ല എന്നാണ് അയാൾ പറയുന്നത്.
അങ്ങനെ അയാൾ കൊടുന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ എന്തായി ചോദിച്ചു. അപ്പൊ പറഞ്ഞു ശരിയാണ്, ഞാൻ അങ്ങനെ എറിഞ്ഞപ്പോ അത് ആദ്യത്തെ പ്രാവശ്യം തട്ടി പുറത്തേക്ക് വന്നു, രണ്ടാമത്തെ പ്രാവശ്യം എറിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് പോയത് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്തിന്റെ വ്യത്യാസത്തിൽ അയാൾ ആദ്യം എറിഞ്ഞ സമയം കണക്കാക്കി ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റാണ്, 4 മാസം കഴിഞ്ഞാൽ പോവും, ആൾ മരിക്കും എന്നുള്ളതാണ് ആ ജാതകത്തിൽ അയാൾ കാണിച്ചു കൊടുത്തു. ഇതാണ് പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ഈ അസ്ട്രോളജിയിൽ കൃത്യമായ കണക്കാണ്. അപ്പൊ ഈ വിത്ത് വിതയ്ക്കുന്നതിന്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ നവഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കർഷകരുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആയുർവേദത്തിലെ ബുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടക്കൽ ആയുർവേദശാലയുടെ ഒരു പുസ്തകമുണ്ട് ഈ ഔഷധങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ അവര് ഓരോ മരുന്നുകളെ കുറിച്ചിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ കൈവിഷം പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് കൈവിഷം ഉണ്ടായിരുന്നു, അതിനെങ്ങനെ ഒഴിവാക്കേണ്ടെന്ന രീതി അതിൽ എഴുതി കാണാനുണ്ട്. അപ്പൊ ഈ കൈവിഷം ഇതൊക്കെ പറയുന്നത് ഇവരാണ് പറയുന്നത്. അപ്പൊ കുറെയൊക്കെ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് അത് കൂടെ കാശുണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ അസ്ട്രോളജി പ്രവചനം ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും പൈസ വാങ്ങിച്ച് ചെയ്യേണ്ടതല്ലാത്രേ. അത് ദക്ഷിണ പാടില്ല എന്നാണ്. ദക്ഷണം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്തേക്ക് എന്നാണ്. അപ്പോ ഒരിക്കലും പൈസ എനിക്ക് ഇത്ര തരണം എന്ന് ഒരു നല്ലൊരു എന്താ പറയാ ഈ ഇത് ചെയ്യുന്ന ആള് പറയില്ല എന്നുള്ളതാണ്, ജ്യോതിഷി പറയില്ല എന്നുള്ളതാണ്. അതൊരു അതായത് തൊഴിൽ വേറെ ചെയ്യുമ്പോൾ അതിന്റെ ഇതില് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് ഉപജീവനത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ സമയത്തിന് ജീവിക്കണ്ടേ, അപ്പൊ അവർക്ക് പൈസ വേണ്ടേ, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഗണിച്ച് നല്ല രീതിയിൽ പഠിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതേസമയം ഭൂരിഭാഗം പേരും എന്തെങ്കിലും ഒരു തട്ടിപ്പ് വെച്ച് കാണിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ജ്യോതിഷത്തിനെ കുറിച്ചിട്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ. അപ്പൊ ഇത് കൃത്യമായിട്ട് അതിന്റെ ആ പാദങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കി ആ പൊരുത്തങ്ങള്, അതുപോലെ തന്നെ അതിന്റെ മറ്റ് കാര്യങ്ങൾ, എല്ലാ മേഖലകളും കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. സ്ത്രീ സർഗം ആരായിട്ട് പാടില്ല, പാടുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, ശ്രാദ്ധത്തിന്റെ തലേ ദിവസം പാടില്ല, പിറ്റേ അന്നത്തെ ദിവസം പാടില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് ആധികാരികമായ കുറെ പുസ്തകങ്ങളും ഉണ്ട് കേട്ടോ അതിനെ കുറിച്ച് എഴുതിയിട്ട്. അപ്പോൾ നല്ല ഒരു ശാസ്ത്രമാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത്. പക്ഷെ ചിലവര് അവിടെ നിങ്ങളുടെ വീട്ടിൽ അവിടെ ഒരു സാധനം കുഴിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സാധനം കുഴിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്കെതിരെ ആരോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞ ചില ആളുകളെ ശത്രുക്കളായിട്ട് സൃഷ്ടിക്കും, അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കും, അതുപോലെ ചിലയിടത്ത് നിധി കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ കുഴിപ്പിക്കും. ഇങ്ങനെയുള്ളതൊക്കെ കുറെ എന്ന് പറയുന്ന വെറും തട്ടിപ്പിന്റെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ഇതിനെ ആശ്രയിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 100 ആളുടെ അടുത്ത് പറയുമ്പോൾ ഒരാളുടെ ശരിയായി കഴിഞ്ഞാൽ അയാൾ മതി അത് പ്രചരിപ്പിക്കാൻ. പിന്നെ അയാളുടെ ആ വിശ്വാസത്തിന്റെ മുകളിൽ പിന്നെ ചില ആൾക്കാർ വെറുതെ ഇരുന്നിട്ട് ഗണിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ചിലവർക്ക് സിദ്ധി ഉണ്ടാകാം, ചിലവർക്ക് സിദ്ധി ഉണ്ടായിരിക്കില്ല, വെറുതെ തട്ടിപ്പായിട്ട് വരുന്നുണ്ടാവും. ഏതാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഒന്ന് ആലോചിച്ച് യോജിച്ച്, അല്ല നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് വേണം ഇവരുടെ അടുത്തേക്ക് സമീപിക്കുമ്പോൾ. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഇവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ, വല്ല അസുഖങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്താണ്, അപ്പൊ ഇന്ന ക്ഷേത്രത്തിൽ പോയിക്കോളൂ, ഇന്നത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം, അല്ലെങ്കിൽ അവർ ഇതിനടുത്ത് ചരട് കെട്ടിത്തരും, ഒരു കോൺഫിഡൻസ്, അത്രയേ ഉള്ളൂ ഇതിനപ്പുറം. അപ്പൊ ഓരോരുത്തർക്കും മനസ്സിന്റെ സമാധാനത്തിൽ എന്ന് വെച്ചിട്ട് ഈ വൈരാഗ്യം ഉണ്ടാക്കുന്ന അങ്ങനത്തെ രീതിയിൽ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അയാൾ ശത്രു ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ശത്രു ദോഷം ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നതാണ്. കാരണം അത് വെറും തട്ടിപ്പാണ് അങ്ങനെ ചെയ്യുന്നത്. ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ മനുഷ്യന്റെ കർമ്മത്തിന്റെ ഫലം. അപ്പൊ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ തെറ്റുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഫലം എന്തായാലും മാറ്റാൻ കഴിയില്ല, കാരണം അത് വിധി എന്ന് പറയുന്ന ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം, പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും ലഭിക്കുകയില്ല എന്നുള്ളതാണ്. നല്ലോണം പ്രവർത്തിക്കുക, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ആസ്ട്രോളജിയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വല്ലാതെ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിലൊക്കെ സത്യങ്ങളുണ്ട്, ശാസ്ത്രവും ഉണ്ട്. ഉപയോഗിക്കുന്ന രീതിയിലാണ് ഓരോ വ്യക്തികളെ അത് മോശമാക്കി കാണിക്കുന്നത്. പുതിയൊരു വിഷയമായിട്ട് എല്ലാവരും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.